ഡബിൾ ചോ കഷായം. അച്ഛാ, ലഗേജ് എടുത്തു. അല്ലല്ല, ഊബർ ഒന്നും അല്ല. നമ്മളുടെ ഇവിടെ സ്വന്തം ആൾ തന്നെ വന്നിട്ടുണ്ട് ഇവിടെ. ചന്ദ്രേട്ട, ചെക്കനെ ഞാൻ തട്ടിക്കൊണ്ടുപോവാണേ. ആയിക്കോട്ടെ. അവിടെ ഇപ്പൊ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ ഇപ്പൊ മഴക്കാലം ഏതാ വേനൽക്കാലം ഏതാന്ന് മനസ്സിലാവാത്ത അവസ്ഥയാ. കാലാവസ്ഥയൊക്കെ ആകെ മാറി. അല്ല, മോൾക്കിന്ന് ജോലിയില്ലേ? അതോ ലീവോ? അല്ലല്ല, പോണം. കാർത്തി 2 ആഴ്ച നാട്ടിൽ നിൽക്കണമെന്ന് പറഞ്ഞിട്ടാ പോകുന്നത്. ഏട്ടനും ഏട്ടത്തിയമ്മയാണെങ്കിൽ അവിടെ ഇല്ല. അവര് വന്നിട്ട് പോവാന്ന് പറഞ്ഞാൽ അവരോട്ട് കേൾക്കുന്നുമില്ല. അതിന് പേടിക്കണ്ട, അവനിങ്ങടെ എത്തിയില്ലേ. അയ്യോ അച്ഛാ, മതി. ഞാനൊന്ന് സെറ്റിൽ ചെയ്തിട്ട് വിളിക്കാം. കാർത്തിക്, ഞാൻ കേറണില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചു. മലയാളം എക്കാലവും കണ്ട ഏറ്റവും വലിയ സാഹിത്യ മാസിക മംഗളോദയാണ്. ആ മംഗളോദയത്തിൻ്റെ കവറിൽ
ഈ ലക്കത്തിലെ പ്രധാന ലേഖകന്മാർ, ഈ ലക്കത്തിലെ 4 ഏറി വന്നാൽ 5, അത് സ്ഥിരം. ആദ്യം എ ബാലകൃഷ്ണപിള്ള, രണ്ടാമത് കുട്ടിക്കൃഷ്ണമാരാർ, മൂന്നാമത് ജോസഫ് മുണ്ടശ്ശേരി. ഇവർ 3 ആളും സ്ഥിരം. പിന്നെ 1 or 2 ആള് തീർന്നു. 4ാമത്തെ കഥ എഴുതി ഞാൻ അയച്ചത് മംഗളോദയത്തിന്. എത്ര പേർക്ക് ആ കരളുറപ്പുണ്ടാവും? ഈ ബാലകൃഷ്ണപിള്ളിയും മുണ്ടശ്ശേരിയും കുട്ടികൃഷ്ണമാരാരും വിഹരിക്കുന്ന അതിലേക്ക് അയച്ചു. കുറേ മാസത്തോളം ആശയോടെ നോക്കി ഭർത്താവ്. കഥേൻ്റെ പേര് ഭർത്താവ്. ഒരു ദിവസം ഞാനവിടെ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ ഒരു ചങ്ങാതി പറഞ്ഞു, എടാ നിൻ്റെ കഥയുണ്ടല്ലോ ഈ മാസത്തെ മംഗളോദയത്തിൽ. അപ്പോൾ സന്തോഷമായി. ഓടി ലൈബ്രറിയിലേക്ക് വന്നു. മംഗളോദയത്തിൻ്റെ ആ ഫോൾഡർ എടുത്ത് നോക്കുമ്പോൾ കുറച്ച് നേരം എനിക്ക് അനക്കാൻ കഴിഞ്ഞില്ല. ഈ ലക്കത്തിലെ പ്രധാന ലേഖകന്മാർ എ ബാലകൃഷ്ണപിള്ള, കുട്ടിക്കൃഷ്ണമാരാർ, മുണ്ടശ്ശേരി, ടി പത്മനാഭൻ. ആകാശദേശത്തിലൂടെ അലയുന്ന ഏകനാമവധൂതമേഘം, ഏകനാമവധൂതമേഘം, ആകാശദേശത്തിലൂടെ അലയുന്ന ഏകനാമവധൂതമേഘം, ഏകനാമവധൂതമേഘം. സമുദ്രത്തെ ഉള്ളിലെടുത്തു നടപ്പവൻ, കാർമേഘമായിട്ടും പെയ്യാതിരിപ്പവൻ, കൂടുവയ്ക്കാത്ത പറവയായി തീർന്നവൻ, കൂട്ടിനൊരാളെയും കൊണ്ടുപോകാത്തവൻ, ഇവൻ അവധൂതൻ. അവധൂതൻ, അവധൂതൻ. ആകാശദേശത്തിലൂടെ അലയുന്ന ഏകനാമവധൂതമേഘം, ഏകനാമവധൂതമേഘം, ഏകനാമവധൂതമേഘം. അവധൂ
നല്ല മഴയേനും അതാണ് വൈകിപ്പോയത്. ശരിയായ മഴയാണ്. എടാ മഴ കാണുന്നതും മഴ കൊള്ളുന്നതും ഒക്കെ ഒരു ഭാഗ്യമല്ലോ. എനിക്ക് മഴ കാണില്ലടാ, എനിക്ക് മഴ കാണണ്ടേ? വേണ്ട, മഴ കാണണ്ടേ? കാർത്തിക് നീക്ക്. അന്ന് കൊണ്ടുവിട്ടിട്ട് പോയതാ, ഓർമ്മയുണ്ടോ? നിനക്കറിഞ്ഞൂടെ ലീവ് കിട്ടാൻ എന്തൊരു പാടാ. അതെ അതെ. അതല്ല, നിനക്ക് ഉറക്കൊന്നുമില്ലേ? എന്താ ഇപ്പൊ ഉറങ്ങണേ? ആഹാ, വൈകോപ്പിള്ളി എത്രയോ ഉണ്ട്. ഞാൻ കാക്ക പച്ചമുരിക്കിൻ്റെ ചില്ലതോറും പത്മരാഗങ്ങൾ വിടർന്നിടുമ്പോൾ കൂത്തടിപ്പൂ തേൻ കുടിച്ചു കാക്ക പൂത്തിരുവാതിര പെണ്ണുപോലെ. എന്തു കുഴഞ്ഞാട്ടം, എന്തു നോട്ടം, എന്തു പരിഭവം, എന്തൊരിഷ്ടം. വേലക്ക് നിൽക്കും കറുത്ത പെണ്ണെ, കേമിക്ക് നിന്നയാർ കേമിയാക്കി. താമസ വൃക്ഷത്തിൻ്റെ ഉള്ളിൽ ആരോ താമരപ്പൂ വിടർത്തി നിർത്തി. വേറെ ആരതാവിടെ ഇങ്ങനെ കൊല്ലാൻ കഴിയാ? ഇത് ലക്ഷ്മി എന്നുള്ള കഥയിലുണ്ടല്ലോ ഈ കവിതാ ഭാഗം. എൻ്റെ കഥകൾ മുഴുവൻ വേണമെങ്കിൽ മോശമാണെന്ന് പറഞ്ഞു. എൻ്റെതായ ചില പ്രത്യേകതയുണ്ട്. ഏതാണ്ട് മിക്ക കഥയിലും എനിക്കിഷ്ടം വരുന്ന ശ്ലോകങ്ങൾ, പദ്യ വരികൾ ഞാൻ നോട്ട് ചെയ്യും. എങ്ങനെയാണോ കഥ എഴുതണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതെൻ്റെ ഇഷ്ടമാണ്. അത് പബ്ലിഷ് ചെയ്യാൻ ആളുണ്ട്, അത് മതി. എന്തുകൊണ്ടാണ് നോവൽ എഴുതാതിരുന്നത്? നോവൽ എഴുതാത്തതിന് 2-3 കാരണമുണ്ട്. ഒന്ന്, ഞാൻ ക്ഷമ വളരെ കുറഞ്ഞ വ്യക്തിയാണ്. എൻ്റെ സങ്കല്പത്തിലുള്ള നോവല് 70 പേജോ 100 പേജോ ഉള്ള നോവലല്ല, വലിയ ഒരു ബൃഹദാഖ്യായികയാണ്. നല്ല സമയം വേണം, ക്ഷമയില്ല എനിക്ക്. പിന്നെ മറ്റൊരു വാശിയുണ്ട്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കവി കുമാരനാശാൻ. ആശാൻ പറഞ്ഞു, ഞാനൊരിക്കലും മഹാകാവ്യം എഴുതുകയില്ല. എഴുതാതെ കൊച്ചു കവിതകൾ ഖണ്ഡകവിതകൾ എഴുതി ഇവരെ കൊണ്ട് എന്നെ മഹാകവി എന്ന് വിളിപ്പിക്കാൻ കഴിയുമോ എന്നൊന്ന് നോക്കട്ടെ. മഹാകവി എന്ന് മറ്റുള്ളവരെ കൊണ്ട് വിളിപ്പിക്കുകയും ചെയ്തു. ആശാൻ ഉദ്ദേശിച്ച ദിക്കിൽ തന്നെ വഞ്ചി കൊണ്ടുവന്ന് പഠിപ്പിക്കുകയും. എൻ്റെ ഇഷ്ടകവി ആശാനാണല്ലോ, ഈ ബോധം എനിക്കും ഉണ്ട്. ഞാൻ നോവൽ എഴുതില്ല. നോവൽ എഴുതാതെ തന്നെ മലയാളത്തിലെ ഏറ്റവും വലിയ കഥാകൃത്താണ് ഇയാൾ എന്ന് ചുരുക്കം ചിലരെ കൊണ്ടെങ്കിലും, അതും എണ്ണപ്പെട്ട ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ജീവിതത്തിൽ ഇതുവരെ വരഞ്ഞ കടലാസിൽ, റൂൾഡ് പേപ്പറിൽ എഴുതിയിട്ടില്ല. എനിക്ക് എഴുതാൻ കഴിയില്ല. വെള്ളക്കടലാസിലേ എനിക്ക് എഴുതാൻ കഴിയുള്ളൂ. പിന്നെ ചിലപ്പോൾ വേറെ കടലാസില്ല, റൂൾഡ് പേപ്പറേ ഉള്ളൂ എങ്കിൽ ഞാൻ വരികളുടെ മുകളിൽ എഴുതില്ല, ഇടയ്ക്കേ എഴുതുള്ളൂ. എനിക്കത് അസ്വാസ്ഥ്യം ഉളവാക്കും, ഞാൻ അസ്വസ്ഥനാവും. പക്ഷേ ഈ 91-ാം വയസ്സിലും നല്ല ഫുട് റൂള് വെച്ച് വരച്ചത് മാതിരി കറക്റ്റായിരിക്കും, വളഞ്ഞു പോകില്ല. വളരെ വളരെ കറക്റ്റായിരിക്കും വരി.
ഞാൻ എഴുതിയത് M.R. നായർ, പാറപ്പുറത്ത് സംഗയൻ്റെ ശരിക്കുള്ള പേര് മാണിക്കത്ത് രാമുണ്ണി നായർ, M.R. നായർ. എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു കവിതയാണ്. രാവിലെ സൂര്യൻ ഉദിക്കുന്നു, പൂർവാന്തരീക്ഷത്തിൽ ഇരുണ്ടു നിൽക്കും മുകിൽ പരപ്പാം നികഷോപലത്തിൽ ആരോ തനി തങ്കമുരച്ച് മാറ്റുനോക്കുന്നു സൂര്യോദയ കവിതവസ്ഥാൽ. വരികൾ ഒരു ലേശം വളർന്നിട്ടില്ല, വരികൾ ഒരു ലേശം വളർന്നിട്ടില്ല. കറക്റ്റ്. അങ്ങനെ ഒരു കാലത്തും എനിക്ക് ഒരെഴുത്തുമേശ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഇവിടെയില്ല. ഞാൻ സമീപകാലത്ത് എഴുതിയ വളരെ പ്രശസ്തമായ കഥയാണ് മരയ. ഈ മരയ എഴുതിയത് എൻ്റെ മടിയിൽ ലെറ്റർ പാഡ് വെച്ചിട്ട് അതിലാണ് എഴുതിയത്. മേശയൊന്നുമില്ല. ഇതിനെയും ഒരു മേശ എന്നൊന്നും പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് കാണാമല്ലോ, കുറേ പുസ്തകങ്ങൾ അതാത് സമയത്ത് വായിക്കുന്ന പുസ്തകങ്ങളും മാഗസിൻസും. അത് പകുതി സ്ഥലം എടുക്കും, ബാക്കി സ്ഥലത്ത് എങ്ങനെയോ ഇത് എഴുതി കൂട്ടിയിട്ട് ഞാൻ എഴുതുന്നു. ആനന്ദനം താനം ആനന്ദനം ഭയങ്കര ഒരു ലാളിത്യമാണ്, അതായത് ജീവിതത്തിൻ്റെ ഒരു ലാളിത്യം. അതായത് വളരെ പഴയ ഒരു രീതിയിൽ ഒരിക്കലും ഞാൻ പറയും ഇത് മാറ്റിക്കൂടെ, ഇത് എത്ര ഒരുപാട് എന്താ പറയുക അവാർഡുകളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നില്ലേ, അപ്പോൾ ഇത് ഇവിടെ ഷെൽഫ് വെച്ചൂടെ, അങ്ങനെ വേണ്ട, അതൊന്നും വേണ്ട, അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നുള്ള പറയും. ഈ ഒരു സോഫ പണ്ട് സോഫ കം ബെഡ് എന്ന് പറഞ്ഞ ഒന്നുണ്ട്, 230 ഉറുപ്പിക ചേരി നിറച്ചത്. അത് അന്നുള്ളത് ഇന്നുമാണ്. അത് പലപ്പോഴും ഇങ്ങനെ ഇവിടെയൊക്കെ ടൈപ്പ് ഒട്ടിച്ചിട്ട് മൂലക്കൊക്കെയാണ്. എൻ്റെ ഭാര്യ ഇങ്ങനെ വളരെ വിഷമം പറയും, ഈ ടീപ്പോയി സത്യത്തിനാണ് നിൽക്കുന്നത്, 4 കാലും 5 ദിക്കിലേക്കോ പോയി നിൽക്കുന്നത്. FICDയിലുള്ളപ്പം വാങ്ങിയതാണ്. അതങ്ങനെ ആ ഡൈനിങ് ടേബിള് അതും സത്യത്തിന് ഇങ്ങനെ വെക്കുന്നതാണ്. എപ്പോഴാ നിലം പതിക്കുന്നതറിയില്ല. എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ മാറ്റി. പിന്നെ ഈ വീട് ഫുള്ളി എയർ കണ്ടീഷൻ ചെയ്യാൻ മരുമക്കൾ എത്രയോ കാലമായി നിർബന്ധം. ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട വേണ്ടേ വേണ്ട. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ കാറ് പുതുമണം പോയിട്ടില്ല, പുതുമണം പോയി. അത് കിട്ടുന്ന ഏറ്റവും വലിയ കാറ് പ്രീമിയർ പൽപ്പിനിയാണ്, പുതുമണം പോയിട്ടില്ല. ഭാര്യക്ക് അങ്ങേറ്റം വെറുപ്പായിരുന്നു കാറ് ഡിസ്പോസ് ചെയ്ത്. നാട്ടിൽ വന്നാൽ എന്താ ചെയ്യുക, നാട്ടിൽ വന്നാൽ ഇവൻ്റെ ഓട്ടോറിക്ഷയിൽ ലുബ്ധല്ല അത് കേട്ടോ, ലുബ്ധുമായിട്ടൊരു ബന്ധവുമില്ല.
ഇതുമായിട്ട് ഒരു ബന്ധമില്ല, ആവശ്യമില്ല. നോ നെസസിറ്റി. പിന്നെ ഞങ്ങൾ ആകെ 2 ആള്, ഞാനും ഭാര്യയും. ഇതിന് 3 ബാത്റൂമും ടോയ്ലറ്റ് 3 ഇതുണ്ട്. 2 അറ്റാച്ച്ഡും 1 പുറത്തും. ധാരാളം പോലെ. 2 കിടപ്പ് മുറിയുണ്ട്, ഇതുണ്ട്. 2 ആള്. ഞാനെന്തിനാണ്? ഒരു എഴുത്തുകാരനാകണമെന്നോ ആകാൻ കഴിയുമെന്നോ ഒന്നും അന്ന് കരുതിയിരുന്നില്ല. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് തോന്നി, എന്തുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു കഥ എഴുതിക്കൂടാ? കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ വെയിറ്റിംഗ് റൂമിൽ വെച്ച് നടന്ന ആ സംഭവത്തെക്കുറിച്ച് മാത്രമല്ല, ലോകത്തിൻ്റെ ഏത് മൂലയിൽ വെച്ച് നടക്കുന്നതും നടക്കാവുന്നതുമായ ഏത് സംഭവത്തെക്കുറിച്ചും കഥ എഴുതാമെന്നും കഥ എഴുതാൻ യോഗ്യമല്ലാത്ത ഒരു സംഭവവും ഇവിടെ നടക്കുന്നില്ലെന്നും മനസ്സിലാക്കുവാൻ കുറച്ചുകൂടെ കാത്തിരിക്കേണ്ടി വന്നു. കഥ എഴുതി. ഞാനന്ന് സ്കൂൾ ഫൈനൽ ക്ലാസ് വിദ്യാർത്ഥിയാണ്. കഥ പ്രസിദ്ധീകരണത്തിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ എല്ലാ പുതിയ എഴുത്തുകാർക്കും ഉണ്ടാവുന്ന അനുഭവം തന്നെയാണ് എനിക്കും ഉണ്ടായത്. കഥ പ്രസിദ്ധീകരിക്കപ്പെട്ടില്ല. വീണ്ടും പകർത്തി എഴുതി മറ്റൊരു പത്രത്തിന് അയച്ചു കൊടുത്തു. ഞാനൊരു പുതുക്കക്കാരനാണെന്ന് അവർക്കും മനസ്സിലായിരിക്കണം. അവരും എൻ്റെ കഥ തള്ളി. ഒടുവിൽ കണ്ണൂരിൽ നിന്ന് തന്നെ തുടങ്ങുകയും ഏതാനും ലക്കങ്ങൾ കൊണ്ട് അവസാനിക്കുകയും ചെയ്ത നവയുഗം പത്രം വേണ്ടി വന്നു എൻ്റെ ആദ്യ കഥയായ കുറ്റവാളിയെ ലോകത്തിന് കാഴ്ചവെക്കാൻ. എൻ്റെ ഏതാണ്ട് എല്ലാ കഥകളും എൻ്റെ അനുഭവങ്ങളെ ആസ്വദിച്ചെഴുതിയതാണ്. വളരെ ചുരുക്കം കഥകൾ മാത്രമേ അങ്ങനെയല്ലാതുള്ളൂ. പിന്നെ കണ്ണൂർ ഭാഷ അത് കോൺഷ്യസ് ആയിട്ട് ചെയ്തതാണ്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ വർത്തമാനം പറയുമ്പോൾ നമ്മുടെ നായനാറൊക്കെ പറയുന്ന മാതിരി തനി മലയാളം കണ്ണൂർ മലയാളിയെ പറയുള്ളൂ. ഇപ്പം 25 കൊല്ലം എറണാകുളത്ത് നിന്നു. ഞാൻ എൻ്റെ ഭാഷ ഒരു ലേശം മാറ്റിയിട്ടില്ല, കണ്ണൂർ ഭാഷ. എഴുതുമ്പോൾ ഞാൻ മലയാളിയുടെ ഭാഷയാണ് എഴുതുമ്പോൾ മലയാളം. ഞാൻ കണ്ണൂർ സ്ലാങ്ങിൽ എഴുതിയിട്ടില്ല. ഞാൻ കണ്ണൂരിൻ്റെ എഴുത്തുകാരനും അല്ല, ഞാൻ മലയാളി എഴുത്തുകാരനാണ്. അത്രയേ ഉള്ളൂ. ആദ്യകാലത്ത് ഒരു ഭ്രാന്തമായ ആവേശം സ്വാതന്ത്ര്യ സമരക്കാരൻ സ്വാഭാവികമായും കോൺഗ്രസോടാണ്. ഞാൻ കോൺഗ്രസിലെ അംഗം, ഭാരവാഹി, അവൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹി, പഴയ ചെറക്ക താലൂക്കിൻ്റെ സെക്രട്ടറിയാണ്. ആ നിലക്ക് മലബാറിലും കൊച്ചിയിലും ഒക്കെ പ്രസംഗിച്ച് നടന്നവനാണ്. പക്ഷെ അന്നും എൻ്റെ ഹൃദയത്തിൽ ഞാൻ ആരാധനാപൂർവം പ്രതിഷ്ഠിച്ച ഒരു ബിംബമുണ്ട്. അത് പി കൃഷ്ണപിള്ളയുടേതായിരുന്നു. വിദ്യാർത്ഥി കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട അംഗങ്ങൾ, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോകുന്നതുവരെ നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരിക്കണം. അന്ന് മിക്കപ്പോഴും രാത്രി വളരെ വൈകിയേ ഞാൻ വീട്ടിലെത്താറുണ്ടായിരുന്നുള്ളൂ. ചിലപ്പോൾ കണ്ണൂരിൽ നിന്നും അകലെയുള്ള സ്ഥലങ്ങളിലും പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പോകാറുണ്ടായിരുന്നു. അന്നൊന്നും ഞാൻ ഒരിക്കലും കയ്യിൽ വെളിച്ചം കരുതാറുണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ ഇരുട്ടത്തുള്ള ഈ നടത്തത്തിൽ അമ്മ ഏറെ ദുഃഖിതയായിരുന്നു. എവിടെയായിരുന്നു ഇതുവരെ? ഈ അസമയത്ത് ജയിൽ പറമ്പിലൂടെ വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അമ്മേ. അതിനൊന്നും പോവണ്ടെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ ഒരു വെട്ടം കയ്യിൽ വേണം. ഞാൻ എന്നും നടക്കുന്ന വഴിയല്ലേ, വെളിച്ചമില്ലെങ്കിൽ എനിക്കിങ്ങ് പോരാൻ അറിയാം. ഒരു ദിവസം രാത്രി ഏറെ വൈകി ഞാൻ വീട്ടിലേക്ക് വരികയായിരുന്നു. ജയിൽ വളപ്പ് കഴിഞ്ഞ് കാട്ടുകണ്ടി പറമ്പിലേക്ക് കടന്നപ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ച ഞാൻ കണ്ടു. കാട്ടുകണ്ടിയുടെ നടുവിൽ ഒരു എണ്ണ വിളക്ക് കത്തുന്നു.
ഈ വിളക്കിന്റെ പ്രകാശത്തിൽ ഒരേക്കറിലധികം വലിപ്പമുള്ള പറമ്പ് നല്ലതുപോലെ തെളിഞ്ഞു നിൽക്കുന്നു. ഞാൻ അവിടെ കുറേ നേരം സ്തബ്ധനായി നിന്നു. എൻ്റെ സ്വഭാവം കരുപ്പിടിക്കുന്നതിലൊക്കെ ഏറ്റവും വലിയ റോൾ അമ്മയുടേതാണ്. അമ്മ രാഷ്ട്രീയത്തിനൊന്നും എതിരായിരുന്നില്ല. ആളുകൾക്ക് കൊടുക്കുന്നതിൽ നമ്മ അഗ്രേസരിയ. ഇത് ഓർത്തപ്പോൾ തൊണ്ട പോയി. അന്നൊക്കെ സഹായിക്കാൻ കഴിയുന്ന അവർ നിന്ന് സഹായം കിട്ടിയിട്ടില്ല. എനിക്ക് മനസ്സിലതൊരു മുറിവായിട്ടുണ്ടായിരുന്നു. പിൽക്കാലത്ത് അവർ ക്ഷീണാവസ്ഥയിലായി. അപ്പോൾ വീട്ടിൽ അവർ അമ്മേൻ്റെ അടുക്ക കാണാൻ വന്നാൽ ഞങ്ങളുടെ അടുത്ത അമ്മ എന്നോട് പറയും, അവർക്ക് നീ ഇത്ര കൊടുക്കുക. അമ്മ പറഞ്ഞ തുകയിലും ജാസ്തി ഞാൻ അമ്മേൻ്റെ കയ്യിൽ കൊടുക്കും. അപ്പോൾ അമ്മ പറയും, നീ കൊടുക്ക്. ഞാൻ പറയും, എനിക്ക് കൊടുക്കാൻ കഴിയില്ല, അമ്മ കൊടുത്തോളൂ. എനിക്ക് ആ പഴയ ഒരു നൈരാശ്യം മനസ്സിലുണ്ട്. അമ്മക്കത് ഉണ്ടായിരുന്നേയില്ല. കുട്ടിക്കാലം വളരെ സുഖകരമൊന്നും ആയിരുന്നില്ല. അച്ഛൻ സാമാന്യം വലിയ ഉദ്യോഗസ്ഥനായിരുന്നു. അച്ഛന് 40 വയസ്സുള്ളപ്പോൾ പെട്ടെന്നുള്ള മരണമാണ്. ഞാനാണ് ഇളയ കുട്ടി. അച്ഛനെ കണ്ട ഓർമ്മ പോലും എനിക്കില്ല. അച്ഛൻ്റെ രൂപത്തെക്കുറിച്ചൊരു സങ്കല്പമുണ്ട്. പിന്നീട് കാരണവന്മാരാണ്. ഒരു കാരണവർ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിയായിരുന്നു. ഈ പ്രമാണിയായ അമ്മാമൻ കുറേ നെല്ല് കൊല്ലത്ത് തരും, കുറേ നെല്ല്. പക്ഷെ അത് ഒരു കൊല്ലം മുഴുവനും ഒന്നും നിൽക്കില്ല. പട്ടിണിയും പരിവട്ടുമായിട്ടുള്ള ജീവിതമാണ്. കണ്ണൂർ നഗരത്തിൽ നിന്ന് 3 നാഴിക വടക്കാണ് പള്ളിക്കുന്ന്. നാഷണൽ ഹൈവേ NH-17 പോകുന്നത് പള്ളിക്കുന്നിലൂടെയാണ്. തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജയിലുകളിലൊന്നായ കണ്ണൂർ സെൻട്രൽ ജയിൽ ഇവിടെയാണ്. റോഡിന് കിഴക്കാണ് തടവുകാരെ പാർപ്പിക്കുന്ന സാക്ഷാൽ ജയിൽ. റോഡിന് പടിഞ്ഞാറ് ജയിൽ ഉദ്യോഗസ്ഥരുടെ വാസസ്ഥലങ്ങളാണ്. എൻ്റെ വീട്ടുപറമ്പിൻ്റെ കിഴക്കേ അതിരും ജയിൽ ക്വാർട്ടേഴ്സിൻ്റെ പടിഞ്ഞാറേ അതിരും ഒന്നായിരുന്നു. അമ്മ അവസാനം സ്ട്രോക്ക് വന്നിട്ടാണ് മരിച്ചത്. ഞാൻ FACT-യിലുള്ളപ്പോൾ ഞാൻ ഇടയ്ക്ക് വരും പോവുകയൊക്കെ ചെയ്യും. മരണസമയത്ത് ഞാനില്ല. ഞാനിങ്ങനെ വന്നു പോകുമ്പോൾ 10-60 ദിവസത്തോളം കിടന്നിന്. ഹോം നേഴ്സും അതും ഇതും അങ്ങനെ സൗകര്യവും ഒക്കെ ആക്കിയിട്ടാണ്. അപ്പോൾ വർത്തമാനം പറയാനേ കഴിയില്ല. എല്ലാം അറിയും. ഞാൻ തിരിച്ചു പോകുമ്പോൾ ഞാൻ ഒരൊറ്റ ദിവസമേ നിൽക്കുകയുള്ളൂ. ഞാൻ തന്നെ കാർ ഓടിച്ച് കൊച്ചിയിൽ നിന്ന് കണ്ണൂർ വന്ന് അമ്മയുടെ ഒപ്പം 1 മണിക്കൂർ അല്ലെങ്കിൽ 1 ദിവസം നിന്ന് പിറ്റേന്ന് മടങ്ങി പോകും.
മടങ്ങി പോകുമ്പോൾ അമ്മ ഇങ്ങനെ കൈ പിടിക്കും, വിടൂല, കൈ പിടിക്കും, വിടൂല. മരിക്കുന്നതിൻ്റെ ഒരു ദിവസം 2 ദിവസം മുമ്പേ ഞാൻ വന്നു പോയിരുന്നു. മരിക്കുമ്പോൾ ഞാനില്ല, മരിച്ചു അറിഞ്ഞപ്പോൾ വന്നു. കർക്കിടരാവാണ് ആകാശം മേഘാവൃതമാണ് ആകേരുട്ടാണ് കർക്കിടരാവാണ് ആകാശം മേഘാവൃതമാണ് അനന്തമാം ആകാശച്ചെരുവിൽ ഒരു താരകം മാത്രം. അങ്ങനെ ചിലരുണ്ട്, എനിക്ക് പറയാൻ കഴിയില്ല എങ്ങനെയാണ് ആ സ്നേഹബന്ധം വന്നത് എന്ന് എനിക്കറിയില്ല. അതുപോലെ രാമേന്ദ്രൻ്റെ അങ്ങനെയാണ്, വളരെ ഓണസ്റ്റും അങ്ങേയറ്റം ട്രൂത്ത്ഫുള്ളും സർവീസ് മൈൻഡറ്റും ഒക്കെയാണ്. സാറുമായിട്ടുള്ള പരിചയം വരുന്നത് പാല് കച്ചവടമുണ്ട്. മിൽമേൻ്റെ പാല് സൈക്കിളിലെല്ലാം കൊണ്ടു കൊടുക്കും, വീടുകളിലെല്ലാം കൊണ്ടു കൊടുക്കുന്ന ഏർപ്പാടുണ്ട്. ഞാൻ അതുവഴിയാണ് പിന്നെ സാറിൻ്റെ ഭാര്യയായിട്ട് പരിചയം വന്നു. സാറിൻ്റെ ഭാര്യ ഉദ്യോഗസ്ഥയായിട്ട് റിട്ടയർഡ് ചെയ്ത ആളാണ്. അപ്പോൾ ബാങ്കിലൊക്കെ പോകേണ്ട ആവശ്യം വരും. ഓട്ടോറിക്ഷ എടുത്തിട്ട് അത്രയേ ആയിട്ടുള്ളൂ, 20 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഭാര്യനെയും കൊണ്ട് ഞാനങ്ങനെ ബാങ്കിലൊക്കെ പോയി അവിടുന്ന് പെൻഷനൊക്കെ വാങ്ങി കൊണ്ടുവരും. അങ്ങനെ ഭാര്യയായിട്ടാണ് കൂടുതലായിട്ടും പരിചയം ആദ്യം വന്നത്. പിന്നീട് സാറ് ബസ്സിനൊക്കെ യാത്ര ചെയ്യും, ആ സമയത്ത് ബസ്സിനൊക്കെ യാത്ര ചെയ്യും. പിന്നീടാണ് സാറ്
ബസ്സിന് യാത്ര ചെയ്യാൻ വേണ്ടി വിഷമാണ്. അങ്ങനെ പിന്നെ എൻ്റെ ഓട്ടോറിക്ഷയിലാണ് യാത്ര ചെയ്യാറ്. കണ്ണൂരിലെല്ലാം പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ഓട്ടോറിക്ഷയിലാണ് യാത്ര ചെയ്യുക. അതിനുശേഷം പിന്നെ സാറിൻ്റെ കൂടെ ഞാൻ പോകുന്ന ഒരവസ്ഥ വരും. മുന്നേ വേറൊരാൾ ഉണ്ടായിരുന്നു, അയാൾ പിന്നീട് വരാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഞാൻ തന്നെയാണ് സാറിൻ്റെ ഒന്നിച്ച് കൂടെ പോകുന്നത്. എവിടെയായാലും വിദേശത്തായാലും ഞാൻ പോയിട്ടുണ്ട്, ഇന്ത്യയിൽ മറ്റുള്ള സ്ഥലത്തെല്ലാം പോയില്ല. റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ വീൽ ചെയറിലായിട്ടാണ് സാറിനെ കൊണ്ടുപോകുക. കൂടെ ഒന്നിച്ചിട്ട് എപ്പോഴും ഞാൻ തന്നെ ഉണ്ടാവും. അങ്ങനെ പിന്നെ സാറുമായിട്ട് നല്ല ബന്ധമായി വരികയായി. 25 കൊല്ലം കഴിഞ്ഞു, ഇപ്പം 25 വർഷത്തോളം കഴിഞ്ഞു ഞാൻ സാറുമായിട്ടുള്ള ബന്ധം വന്നിട്ട്. രാമനെ നമ്മളെ മുതലാളി എന്നാണ് നമ്മൾ വിളിക്കുക. മുതലാളി സ്വഭാവം ആൾ വളരെ മോശമാണ്. അത് ഒരുവക എല്ലാവർക്കും അറിയാം. കാടത്തരാണ്, ഒരടനാണെന്നെല്ലാം പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ ആത്മാർത്ഥത, സത്യസന്ധത വളരെ പ്രധാനമാണ്. അതാണ് മൂപ്പറെ ഏറ്റവും വലിയ ഇത്. അതിൽ തെറ്റ് വന്നു കഴിഞ്ഞാൽ ആരായാലും ശരി, അപ്പോൾ ശരിയായി കഴിയും. വാ വേവാ റൂബിയാടില്ല. കൂട്ടി പറ്റുള്ള ഏർപ്പാട്. കാർത്തിക്, എന്നെ ഇപ്പൊ വിളിക്കണം എന്ന് ഞാൻ അങ്ങോട്ട് വിചാരിച്ചതേ ഉള്ളൂ. അതെ, ആ മാഗസീൻസ് ഒക്കെ ഇവിടെ കൊണ്ടുവരാ പറഞ്ഞത്. ഇല്ലടാ, 2-3 പുസ്തകം കൂടെ കിട്ടാനുണ്ട്. ഞാൻ ഇവിടെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു 2-3 എണ്ണം കൂടെ ഉള്ളു, അതും കൂടെ കിട്ടിയിട്ട് ഞാൻ ഒരുമിച്ച് കൊണ്ടുവരാന്ന് വെച്ചിട്ടാ. നാളെ വന്നിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെയുള്ള ആളാണ്, പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് ഒഴിച്ചുവിടാൻ പറ്റാതെ നമുക്ക് കൂടുതൽ സ്റ്റേജിൽ എത്താനും കഴിയില്ല. കോവിഡ് അല്ലേ, കോവിഡ് മാനദണ്ഡം പാലിക്കണ്ടേ. ഞാനിങ്ങനെ ഒരിക്കലും കൃത്യസമയത്ത് ഇങ്ങനെ എഴുന്നേറ്റ് ഓരോ ദിവസവും ഇത്ര പേജ് തന്നും മനസ്സിൽ തുടക്കം മുതൽ അവസാനം വരെ ലേഖനായാലും കഥയായാലും. പിന്നെ എനിക്കതിനെ വിഷമിക്കണ്ട, കാരണം എൻ്റെ കഥകളൊക്കെ ചെറിയ കഥകളാണ്. ഇത് ഞാൻ തുടക്ക പാരഗ്രാഫ് മുതൽ അവസാനം വരെ കംപ്ലീറ്റ് പാരാ ബൈ പാരാ വിഷ്വലൈസ് ചെയ്യും. പാരാ ബൈ പാര വാചകടങ്ങൾ. സമയം കിട്ടുമ്പോൾ ഓഫീസിലായിരിക്കുമ്പോൾ സമയം കിട്ടുമ്പോൾ ഒരു തുണ്ടിലെഴുതും, അത് കീശയിലിടും. പിന്നെ ആ തുണ്ടൊക്കെ എടുത്ത് വെച്ചിട്ട് പകർക്കും. അങ്ങനെയാണ്. ഇതൊക്കെ വിട്ടതിന് ശേഷം തുണ്ടിന്റെ ഏർപ്പാട് വിട്ടു. ശരിക്കും
ഒരു നിർവചനവും പൂർണ്ണമായ സത്യത്തെ പ്രതിഫലിപ്പിക്കുന്നില്ല. എങ്കിലും ഒരു സഹൃദനായ വായനക്കാരൻ എന്ന നിലയിൽ കഥയുടെ സ്ട്രക്ചറിനെ കുറിച്ച് വിശാലമായ ചില സങ്കല്പങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്നാൽ, കഥ വളരെയധികം വലുതാകരുത്, വളരെയധികം സംഭവങ്ങളോ കഥാപാത്രങ്ങളോ പാടില്ല, അനാവശ്യമായ ഒരു വാക്ക് പോലും അതിലുണ്ടാവരുത്. ഓരോ കഥയും വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം തികച്ചും വൈകാരികമായ ഒരു അനുഭവമാകണം. കഥയ്ക്കൊരു കേന്ദ്രബിന്ദു ഉണ്ടായാൽ നന്ന്. എപ്പോഴും ഇങ്ങനെ ആവണമെന്നില്ല എന്നതുകൊണ്ടാണ് ഉണ്ടായാൽ നന്ന് എന്ന് ഞാൻ പറയുന്നത്. കഴിവുള്ള ഒരു ചിത്രകാരൻ ഏതാനും പോറലുകൾ കൊണ്ട് അമൂർത്തമെങ്കിലും അത്യന്തം ആകർഷകമായ ഒരു പാറ്റേൺ സൃഷ്ടിക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ ഒരു സംഗീതജ്ഞൻ തൻ്റെ ആലാപനം കൊണ്ട് പ്രത്യേകമായ ഏതെങ്കിലും ഒരു രാഗത്തിൻ്റെ കളിയിൽ വീഴുന്നില്ലെങ്കിലും സ്വന്തമായി നിലനിൽക്കാൻ കഴിയുന്ന ഒരു നാദപ്രപഞ്ചം സൃഷ്ടിക്കുന്നത് പോലെയോ കഴിവുള്ള ഒരു കഥാകൃത്തിനും സാധിക്കും. ഒരു മൂഡ് സൃഷ്ടിക്കുന്ന ഇത്തരം കഥകളിൽ സാധാരണ അർത്ഥത്തിലുള്ള കഥ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇതിനുള്ളിലുള്ള ഒരു മാറ്റിയിട്ട് അതിൻ്റെ അകത്ത് ഇത് ഇങ്ങ് വാ. ഇത് നിങ്ങൾ തന്നെയാണ് ഇപ്പോഴാണ് ഈ കട്ടിലെടുക്കുമ്പോൾ തൽക്കാലം ഇവിടെ വെക്കാം. ഇവിടെ വെച്ചിട്ട് നമുക്ക് കിട്ടിയ ശേഷം അല്ല ഒരിക്കലും കൊന്നിട്ട് ഞാൻ മറക്കോളാം. എടോ, കഴിഞ്ഞ കൊല്ലം മാതൃഭൂമിയിൽ കഥകൾ എഴുതിയിട്ടില്ലേ? ഇവിടെ നിന്നിട്ട് ഇവിടുത്തെ കഥകളുടെ സമാഹാരമാണ്. മനുഷ്യാടുത്ത് മാറണം, ക്യാമറ മാറണം. നിങ്ങളൊക്കെ സിനിമയിൽ വരും. അത് അറിയാത്ത ഞാൻ അളവെടുത്തു മുണ്ട് കഴിഞ്ഞില്ല. ഞാൻ എടുത്തത് അളവ് കാണാൻ എൻ്റെ കഥകളെ കുറിച്ച് ഡോക്ടറൽ തെസിസ് ചെയ്യാൻ നിയുക്തയായ ഒരു പെൺകുട്ടി എൻ്റെ ഈ വീട്ടിൽ വന്നപ്പോഴുണ്ടായ അനുഭവമാണ് അത്. ഈ കോളേജ് അധ്യാപകർ എന്തിനും അർത്ഥം ചോദിക്കും. പലതിനും അർത്ഥം പറയാൻ കഴിയില്ല. അതുപോലെ ഈ തെസിസ് തയ്യാറാക്കിയ പെൺകുട്ടിയോട് അവരുടെ ഗൈഡ് ഇതിൻ്റെ അർത്ഥമെന്താണ് എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ആ കഥയിലെ ഗുരുനാഥനായ ഞാൻ ഒരു ഗാനം, ഒരു തുമ്മിലി മൂളുന്നു. കുട്ടിയോട് ചോദിക്കുന്നു, ഇതിൻ്റെ അർത്ഥം എന്താണ്? അർത്ഥം പറയാൻ കഴിയില്ല. അവരെ അങ്ങേയറ്റം സ്പർശിച്ചിരിക്കുന്നത്. വെറും ആലാപനം മാത്രമേ ഉള്ളൂ, പദങ്ങളില്ല, കൃതിയില്ല. വെറും ആലാപനം, സ്വരത്തിൻ്റെ ആലാപനം മാത്രം. അതിന് യാതൊരു അർത്ഥവുമില്ല. പക്ഷെ അത് നിങ്ങളെ അങ്ങേയറ്റം സ്പർശിക്കുന്നു. ഗ്രേറ്റ് മ്യൂസിക് ക്യാൻ നെവർ ബി എക്സ്പ്ലെയിൻഡ്, ഇറ്റ് ഹാസ് ടു ബി എക്സ്പീരിയൻസ്ഡ്. മഹത്തായ സംഗീതം ഒരിക്കലും അത് ഇഴപിരിച്ച് അതിൻ്റെ അർത്ഥം വ്യക്തമാക്കി തരാൻ കഴിയില്ല. അത് അനുഭവിക്കാനുള്ളതാണ്. എല്ലാ കലകൾക്കും ഇത് ബാധകമാണ്. ആ
ലൈറ്റ് ഓഫ് ആക്കി നിങ്ങൾ കണ്ടിട്ടമ്മ ലൈറ്റ് ഓഫ് ആക്കാം. നിധിചല സുഖമാ രാമോനി സന്നിധി നിധിചല സുഖമാ രാമോനി സ്റ്റോറീസ് ടി പത്മനാഭൻ. ആഹാ, ഇത് ഞാൻ വായിച്ചിട്ടില്ല. ഇത് വായിക്കാൻ തുടങ്ങിയ പിന്നെ ടി പത്മനാഭൻ എന്ന ഓഥറെ ഞാൻ അറിയുന്നത്. സത്യത്തിൽ ഞാൻ നാട്ടിലേക്ക് വന്നത് തന്നെ ടി പത്മനാഭനെ വായിക്കാനാണ്. അന്ന് നിനക്കത് അച്ഛനോട് പറഞ്ഞിട്ട് വന്നൂടായിരുന്നോ? നല്ല കാര്യമായി. ഞാൻ പുസ്തകം വായിക്കാൻ അവിടെ നാട്ടിലേക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിച്ചു തന്നെ. എൻ്റെ അച്ഛൻ എന്നല്ല, ആരും വിശ്വസിക്കില്ല. ദ വുമൺ ഓഫ് കരയനെല്ലൂർ. ഓ, ഇതിൻ്റെ മലയാളം ഞാൻ വായിച്ചിട്ടുണ്ട്. നല്ല കഥയാണ്. ഞാൻ മദ്രാസിൽ പഠിക്കുന്ന കാലത്ത് അവിടെ എൻ്റെ ലോഡ്ജിൽ ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, ചെറുകുന്തുകാരനായ ഒരു ബാലഗോപാലൻ. നല്ല ചങ്ങാതിയാണ് അദ്ദേഹം. മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. ഒരു ദിവസം സന്ധ്യക്ക് ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ ടെറസിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പലതും പറയുന്ന കൂട്ടത്തിൽ അയാളുടെ ജീവിതത്തിലെ ഒരധ്യായം എൻ്റെ മുമ്പിൽ തുറന്നു കാട്ടി. അപ്പോൾ ഇവൻ്റെ ജീവിതത്തിലെ ഈ ഒരു സംഭവം പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ സമാന്തരമായിട്ട് തന്നെ കഥ വന്നു. സമാന്തരമായിട്ട് തന്നെ മുഴുവൻ ഞാനിങ്ങനെ ഒന്നും അങ്ങോട്ട് ചോദിച്ചിട്ടില്ല, ഒരു പാസീവ് ലിസണറായിട്ട് ഇങ്ങനെ കേട്ടിരുന്നു. ബാലഗോപാലൻ അവൻ്റെ അനുഭവം തീർന്നപ്പോൾ എൻ്റെ മനസ്സിൽ കഥയായി. പിറ്റേന്ന് തന്നെ കഥ എഴുതി. That day, for the very first time, he spoke to his neighbor. It was totally unplanned. It was afternoon. Balachandran was feeling lonely and bored. He did not enjoy the siestas, and he had nothing else to do. അമേരിക്കയിലെ പ്രശസ്തമായ മിഷിഗൻ യൂണിവേഴ്സിറ്റി സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഭാഷകളിലെ മികച്ച കഥകളുടെ ഒരു ആന്തോളജി മിഷിഗൻ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ എ വുമൺ ഓഫ് കടയനെല്ലൂർ എന്ന് പറഞ്ഞ് ഈ കഥ ചേർത്തിട്ടുണ്ട്. താങ്കൾ എപ്പോഴും പറയാറുണ്ട്, ആരടാ എന്ന് ചോദിച്ചാൽ ഞാനിടാ എന്ന് പറയുന്ന ചങ്കൂറ്റം തനിക്കുണ്ടെന്നും വേണ്ടി വന്നാൽ ഒരു തെറി കൂടി പറയും എന്നുമൊക്കെ. ഈ പറയുന്ന ചങ്കൂറ്റം താങ്കൾക്ക് ശരിക്കും ഉള്ളതാണോ, അതോ അതൊക്കെ ഒരു അഭിനയമാണോ? ധിക്കാരിയാണോ എന്ന് ചോദിച്ചാൽ ധിക്കാരിയാണ്. ഞാൻ വളരെ ചെറുപ്പത്തിലെ വായിക്കാൻ തുടങ്ങിയത്. അത് നമ്മളെ നാട്ടിലെ എഴുത്തുകാരി മാത്രമല്ല, വിദേശങ്ങളിലുള്ള എഴുത്ത്. അന്നാ കറനിനയിൽ ഒരു ടോൾസ്റ്റോയിയുടെ അന്നാ കറനിൽ ഒരു വാചകം, ഇതൊക്കെ ഇൻ്റർമീഡിയറ്റ് പഠിക്കുന്ന കാലത്തെ മുഴുവൻ വായിച്ചത്. ഇൻ ദിസ് ഓർഡിയൽ ഐ മേ ബ്രേക്ക് ബട്ട് ഐ വിൽ നെവർ ബെൻഡ്. ഇപ്പോൾ ആൽഫ്രഡ് നോയ്സിൻ്റെ കവിത, The highwayman came riding, riding, riding. Then look for me by moonlight, watch for me by moonlight. I will come to thee by moonlight, though hell should bar the way. നരകം തന്നെ വന്ന് എൻ്റെ വഴി അടച്ചാലും ചന്ദ്രിക ഉദിക്കുമ്പോൾ ഞാൻ നിന്റെ അടുത്തേക്ക് വരും. കാമുകിയോട് കാമുകം പറയും. പഴയ രോമങ്ങളൊക്കെ 91 വയസ്സിൽ രോമൊക്കെ എടുത്തു. ഞാൻ ഈ വീട്ടിന് പേരിട്ടിട്ടില്ല, പേരില്ല, നമ്പർ മാത്രം.
എന്നാൽ ഇപ്പോഴും ഇപ്പം മാതൃഭൂമി അടക്കം എനിക്ക് വരുന്ന ഇതൊക്കെ നളിനകാന്തി എന്നും പറഞ്ഞിട്ടാണ് വീട്ടുപേര്. നളിനകാന്തി മനോഹരമായ ഒരു കർണാട്ടിക് രാഗം. പക്ഷെ അതിലെ വേറൊരു തമാശ, ഈ രാഗത്തിൽ പ്രശസ്തമായ അധികം കൃതികളൊന്നുമില്ല. അത് വല്ലാത്തൊരു പാരഡോക്സാണ്. അല്ലാന്നേ, ഇവിടെ വെള്ളമുണ്ടോ? കറണ്ട് പോവാത്തൊരു നേരമുണ്ടോ? വീടിന്റെ അകത്തും പുറത്തുമാണെങ്കിലോ സഹിക്കാൻ പറ്റാത്ത ചൂടും. എന്തെല്ലാം സൗകര്യങ്ങളുള്ള ടൗൺഷിപ്പായിരുന്നു അത്. അപ്പോ ജനിച്ച നാടിനോടുള്ള ബന്ധം പറഞ്ഞ് തിരിച്ചു പോരാൻ ഒരേ വാശി. വാശിയോ? വാശിയൊന്നുമല്ല. കമ്പനിയിൽ നിന്ന് നമ്മൾ പോരുമ്പോൾ എത്ര കയ്യിലുണ്ടായിരുന്നോ നിനക്കറിയാവുന്നതല്ലേ. നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ടല്ലേ നമുക്കോരോ കാര്യങ്ങൾ ആലോചിക്കാൻ പറ്റൂ. എന്നിട്ട് ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ സ്വന്തക്കാരായിട്ട്? ബന്ധുക്കളില്ലേ, പരിചയക്കാരുമില്ലേ? അല്ല, നമ്മൾ മാത്രമാണോ ഈ കോളനിയിലുള്ളത്? അതെ, പോസ്റ്റ്മാൻ ഇന്നും വന്നിരുന്നു. പുതിയ വീടല്ലേ, പേരിടാൻ അയാൾ പറയണത്. പേരിടുന്നില്ലെങ്കിൽ ഒരു നമ്പർ എങ്കിലും എഴുതി വെക്കാൻ പറഞ്ഞു. നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തത്? അതോ ഇനി പേരേ വേണ്ടെന്നാണോ? നമ്പറൊന്നും വേണ്ട, നമുക്ക് നല്ലൊരു പേര് തന്നെ ഇടാം. നളിനകാന്തി. സാന്ധ്യമേഘങ്ങൾ നടന്നു പോകാറുള്ള നീലക്കടലിനുമിപ്പുറം സാന്ധ്യമേഘങ്ങൾ നടന്നു പോകാറുള്ള നീലക്കടലിനുമിപ്പുറം പോയ പകലിനെ പറ്റി പറഞ്ഞൊരു സായന്തനം നാം ചിലവഴിച്ചു. തീരത്തെ പൂഴിമണലിൽ പുതഞ്ഞു കിടന്നു ഒരു ചോര നിറമുള്ള കുപ്പിവളപ്പൊട്ട്. പൂഴിമണലിൽ പുതഞ്ഞു കിടന്നൊരു ചോര നിറമുള്ള കുപ്പിവളപ്പൊട്ട്. കറുപ്പനില്ലേ? ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഞാനിവിടെ വന്നപ്പോൾ അമ്മ തീരെ വയ്യാതെ ഉണ്ടായിരുന്നെ. പിന്നെ അവരെ എടുത്തു കൊണ്ടുപോയി ബാത്റൂമിൽ കൊണ്ടുപോയി ഇരുത്തുക, അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യമൊക്കെ എന്നോട് ഭയങ്കര ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ പിന്നെ മാറി മാറി വന്ന് ഒരു മോളോടുള്ള സ്നേഹം പോലെ കാണിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാനിവിടുന്ന് നാട്ടിലേക്ക് പോയ സമയത്താണ് അവർ മരിച്ചു പോയത്. ഞാൻ അടുക്കളയിൽ ചെയ്യുമായിരുന്നു. ഇപ്പോഴും ഈ ഇതിൽ പാചകം ടി വിയിൽ വരുമ്പോൾ നോൺ വെജിറ്റേറിയൻ നോക്കില്ല, വെജിറ്റേറിയൻ ഞാൻ നോക്കും. പിന്നെ ഈ കുക്കറിൽ കോളമില്ലേ, ഞാൻ വായിക്കും, ഇപ്പോഴും വായിക്കും. ഒരു വൈക്കേറിയസ് പ്ലഷർ. പിന്നെ ഇതൊരു മഹത്തായ കലയാണ്. നടൻ മഹാരാജാവായിരുന്ന കാലത്ത് തന്നെ അദ്ദേഹം ഒന്നാം തരം കുക്കുമായിരുന്നു. അങ്ങനെ നളഭാഗം വന്നത്. നടൻ രാജാവ് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കപ്പാസിറ്റിയിലുള്ളപ്പോഴും ഞാൻ ചിലതൊക്കെ ഞാൻ ചെയ്യും. അന്ന് സ്വന്തം വെപ്പുകാരനും ഒന്നാം എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഈ അടുക്കള വിഷയത്തിൽ ഇടപെടും. ഭാര്യ ജീവിതത്തിൽ ഇടപെട്ടിട്ടില്ല. ഷീസ് നോട്ട് ഇൻട്രസ്റ്റഡ്. അത് അന്തസ്സിന് കുറവായിട്ടല്ല. ഹി ഡസൻ നോ എനിത്തിങ്, ഹി ഡസൻ ബോദർ. യാതൊന്നുമില്ല. ഒന്നുമില്ല. എനിക്ക് രുചിയിൽ വലിയ താല്പര്യം. രുചിയിൽ ഒരു പക്ഷേ അത് തന്നെയാണ് എൻ്റെ സാഹിത്യത്തിലും പ്രതിഫലിക്കുന്നത്. രുചി, എൻ്റെ രുചി. അച്ഛനായിട്ട് അടുപ്പെന്ന് പറഞ്ഞാൽ അച്ഛനെ അടുക്കളയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു സങ്കടം വരില്ലേ. അന്നേരം അച്ഛൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ പോകും. പിന്നെ അമ്മ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം പിന്നെ ഞാനും അച്ഛനും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ അച്ഛനെ അടുക്കളയിൽ കയറ്റില്ല. പിന്നെ ഞാൻ തന്നെ ഉണ്ട്. നേരത്തെ പറയാം. എൻ്റെ ഭാര്യ മരിച്ചിട്ട് ഇപ്പോഴും ഏതാണ്ട് ഒരു 6 കൊല്ലമായി. അതിനുശേഷം ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കണം. 1-2 ഹോം നേഴ്സസ് വന്നു. വന്ന അതേപോലെ തന്നെ ഞാൻ പറഞ്ഞയക്കുകയും ചെയ്തു. പിന്നെയാണ് ഇവള് വന്നത്. എനിക്ക് നായയും പൂച്ചയും ഇല്ലാത്ത, നായ, പൂച്ച, കിളികൾ ഇവരൊന്നും ഇല്ലാത്തൊരു ജീവിതം എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. പിന്നെ ഇവിടെ വരുമ്പോൾ ഒത്തിരി പൂച്ചകൾ, അതായത് 17 പൂച്ചയും 13 പട്ടികളുണ്ടായിരുന്നു. ഈ പെരയ്ക്കകത്താണ് അവരുടെ എല്ലാം
ഈ വരുന്ന ചിലർക്കൊന്നും നായിനെയും പൂച്ചേനെയും ഇഷ്ടമുണ്ടാവില്ല. നായിനെയും പൂച്ചേനെയും ഇഷ്ടമില്ലാത്തൊരു ആളുമായിട്ട് എനക്കൊത്തു പോകാൻ കഴിയില്ല. വളരെ വേഗത്തിൽ തന്നെ മനസ്സിലായി എന്നേക്കാൾ നായ്ക്കളെയും പൂച്ചകളെയും സ്നേഹിക്കുന്നത് ഇവളാണ് എന്ന്. നീ അങ്ങ് പോ. അങ്ങനെ അവൾ ഇവിടുത്തെ ഒരു മെമ്പറെ പോലെയായി. പിന്നെ ഞാൻ പറയാൻ പാടില്ലാത്തതുണ്ട്. സാധാരണ എല്ലാവരും ഈ നഴ്സിന് എന്തെങ്കിലും അസുഖമായ അന്നേരം അവൾ പോയിക്കൊള്ളുക. ഈ ഏജൻസി കൂട്ടിക്കൊണ്ടുപോകും. ഇവിടെ ഇവൾക്ക് ഇവളുടെ ഒരു മകനും ഒരു മകളുമാണ്. വിടുക ഒരു മകനും ഒരു മകളും. എന്തെങ്കിലും സുഖേട് വന്നാൽ ഈ ഒറ്റ മകന് ഒരിക്കൽ മഞ്ഞപ്പിത്തം വന്നു. ഇത് കുറേ ജാസ്തി. അപ്പം ഞാൻ പറഞ്ഞു അവളോട്, നീ ഇവള് കാസർഗോഡുകാരി, നീ ഒന്നുകിൽ മംഗലാപുരം, അത്രയും വലിയ ഡോക്ടർമാരും ആശുപത്രി, അതല്ലെങ്കിൽ പരിഹാരം, എനിക്കിഷ്ടമുള്ളേക്ക് കൊണ്ടുവരും. പണം പ്രശ്നമല്ല. അവൾ കൊണ്ടുപോയത് പരിഹാരത്താണ്. ഭാഗ്യവശാല് പരിഹാരത്ത് എന്നുള്ളതിൽ കാര്യം ശരിയായി. ഞാനൊരു കണക്ക് പറയല്ല ചെയ്യുന്നത്. അച്ഛനെയും അമ്മേനെയും തള്ളുന്ന ലോകമായിട്ട് പിന്നെ ഒറ്റ മോളാണ്. അതിൻ്റെ കല്യാണം ഒരു 2 കൊല്ലം മുമ്പ്. ലക്ഷങ്ങൾ ഞാനാ ചെലവിട്ട്. ഞാൻ ചെലവിടുമ്പോൾ എൻ്റെ മരുമക്കൾ എല്ലാവരും ചെലവിടും, എല്ലാവരും കൊടുക്കും. ഇപ്പൊ ഇവള് പോയത് എന്തിനാന്നും ഞാൻ പറയാം. ഇവളെ വീട് ആ കല്യാണ സമയത്തോ മറ്റോ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇവള് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് കടം വാങ്ങി. അതൊരു ഭാരിച്ച തുകയായി മാറിയിരിക്കുന്നു. അതിൻ്റെ ഒരു വേവിലാതി ഇവൾക്കുണ്ട്. ഞാൻ ചോദിച്ചു എത്രയാണ്? പിഴയും ഡബിൾ പിഴയും മറ്റേ പിഴയും മുഴുവൻ നോക്കിയിട്ട് പിന്നെ ഈ ശല്യം എന്നേക്കുമായി തീരണം. അത് റെഡി ക്യാഷായിട്ട് ഇവിടുന്ന് എടുത്ത്, ചെക്കല്ല, റെഡി ക്യാഷായി എടുത്ത് അതടക്കാനാണ് വേണ്ടി. പറയുമ്പം പറഞ്ഞു പോയിന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് അഭിമാനമുണ്ട് ഈ കാലത്ത് സ്വന്തം അമ്മേനെ, ഉടപ്പറപ്പിനെ. അതൊക്കെയാണ് കഥ. ഇനി പിന്നെ എൻ്റെ അന്ത്യാവുമ്പോഴേ ഒരു നല്ല തുക വീണ്ടും കൊടുക്കും. പക്ഷേ ഇതിങ്ങനെ കയറി ഇതൊക്കെ പിടിച്ച് ഒരു ദിവസം എൻ്റെ ആ മുറിയിൽ എല്ലാം നെറ്റല്ലേ, അത് പേടിച്ചു പോയി. ഇവനുമായിട്ടൊരു ഡയലോഗാണ്. ഇത്രയുള്ള കുട്ടിയല്ലേ, എൻ്റെ പഴയ ഒരു മൂളൻ സ്വെറ്റർ
ആ വൂളൻ സ്വെറ്ററിൽ ആ വർക്കേറിയ അപ്പുറത്ത് നിലത്ത് കിടത്തി. ഉടനെ ഇവള് പാല്, ചൂട് പാല്, ഞാൻ പാലൊന്നും കുടിക്കൊന്നുമില്ല, എനിക്ക് വേണ്ടതാണ്, പാലും വേണ്ട. അവിടെയാണ് കഥ തീരുന്നത്. ഒരു പാവം അനാഥ പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്പൻ ആജ്ഞാപിച്ചപ്പോ എന്റെ ഇഷ്ടം ആഗ്രഹം ആരാ എൻ്റെ പല കഥകളിലും എൻ്റെ ഭാര്യ വരുന്നുണ്ട്. നല്ലതായിട്ടും വരുന്നുണ്ട്, ചീത്തയായിട്ടും വരുന്നുണ്ട്. സാറിൻ്റെ ഭാര്യൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ ഭാർഗവി തങ്കം എന്നാണ്. ഞാൻ വിളിക്കുക തങ്കസാറിനാണ് വിളിക്കുക. കാരണം മാഡം എന്നാണല്ലോ അധികം വിളിക്കുക. പക്ഷേ തങ്കസാറിനെ ഞാൻ വിളിക്കുക. സാറിന് വിളിക്കും. പിന്നെ മുതലാളിനെ സാറിനെ വിളിക്കാറ്. തങ്കസാർ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ അതികഠിനമായ വിശ്വാസമുള്ള ആളാണ്. കഠിനം എന്ന് പറഞ്ഞാൽ അതികഠിന. ഞാൻ പല അമ്പലങ്ങളിൽ വേണ്ടിയിട്ട് പ്രാർത്ഥനക്ക് വേണ്ടിയിട്ട് തന്നെ പോയിട്ടുണ്ട്. നമ്മളെ ഹനുമാരമ്പലത്തിൽ പോയിട്ട് ഗത ഒപ്പിച്ചിട്ടുണ്ട്, സ്വർണത്തിൻ്റെ ഗത. ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് ചന്ദ്രക്കല അതുകൊണ്ട് ഒപ്പിച്ചിട്ടുണ്ട്. അതികഠിന. സാറ് നേരെ വിപരീത. ദൈവത്തിലും വിശ്വാസമില്ല, ജാതിയിലും വിശ്വാസമില്ല, ഒരാളും അങ്ങനെ വിശ്വാസമില്ല. അതുകൊണ്ടല്ല കല്യാണം കഴിക്കുമ്പോൾ അവൾ കേരള യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്ത് ഡെപ്യൂട്ടി ലൈബ്രറിയനായിരുന്നു. കളമശ്ശേരിയിൽ ഞങ്ങൾ കുറച്ചു കാലം താമസിച്ചു, ഒരു കൊല്ലത്തോളം. കളമശ്ശേരിയിൽ ഒരു കൊല്ലത്തോളം താമസം. അന്ന് ഞങ്ങളുടെ ബെഡ്റൂമിൽ രാത്രി ഈ അവിടുത്തെ തൊട്ടടുക്കുള്ള പള്ളിയിലെ വെളിച്ചം, കുരിശിൻ്റെ വെളിച്ചം വന്ന് വീഴും, അടുക്കുക. അപ്പോൾ രാത്രി പോലെ കിടക്കാൻ നോക്കുമ്പോൾ ഇതൊക്കെ കുരിശൊക്കെ വരച്ചിട്ട് ആണ്. കല്ലന്മാർ തൊടി എന്ന് പറഞ്ഞ കുടുംബമാണ്. തങ്കസാർക്ക് ജാതിയിൽ ഒരു കരിമേലില്ല. ഞാൻ താണ ജാതി ആണെങ്കിലും എന്നെ അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി കഴിയില്ല. കാരണം ഞാൻ എല്ലാ കാര്യം ചെയ്ത കുളിപ്പൊക്കെ ചെയ്ത ആളാണ്, കുളിപ്പിക്കുകയും എല്ലാം ചെയ്ത ആളാണ്. അപ്പം എന്നെ അങ്ങനെ ഒഴിവാക്കാൻ ഒരു മോൻ്റെ സ്ഥാനത്ത് തന്നെ എന്നെ കണ്ടിട്ടുണ്ട്, ഞാനത് ചെയ്തിട്ടുണ്ട്. ഇവളെ മരിച്ചപ്പോൾ തിരുനെല്ലിയിലാണ് ഇവളുടെ ആഷസൊക്കെ കൊണ്ടുപോയത്, കർമ്മം ചെയ്തത്. ഞാൻ പോയിട്ടില്ല. പക്ഷെ മകൻ്റെ സ്ഥാനത്ത് കർമ്മം ചെയ്ത് രാമേന്ദ്രൻ. നിധിചല സുഖമാ. കുമാർ, ഞാൻ എന്നെയാണോ അന്വേഷിച്ച് നടക്കുന്നത്? ഇങ്ങോട്ട് വരൂ. സാറോ? ഇതെന്താ ഫോട്ടോ സ്റ്റാറ്റ് കടയ്ക്കുള്ളിൽ? സാറിത് വാങ്ങിയോ അതോ? എല്ലാം ഒരു യോഗമാണോ? സാറിനെ പോലെ വലിയ നിലയിൽ ജോലി ചെയ്ത് ശമ്പളം വാങ്ങിച്ച ഒരാളെ ഇങ്ങനെ കാണുമ്പോൾ അതിന് ഇതെൻ്റെ കടയല്ല, വളരെ പഴയ എൻ്റെ ഒരു സ്നേഹിതൻ്റെയാണ്. ആളിപ്പോൾ ആശുപത്രിയിലാണ്. ആരെങ്കിലും ഈ കട തുറന്ന് കച്ചവടം നടത്തിയാൽ അയാൾക്കൊരു സഹായമാകും. അതാ പറഞ്ഞ് ഒക്കെ ഒരു യോഗമാണ്. വരൂ, നമുക്ക് വീട്ടിൽ പോവാം. സാർ, ഇത് ചെയർമാൻ്റെ കത്താണ്. പിന്നെ അങ്ങ് ചെയ്ത ജോലിക്കുള്ള പ്രതിഫലവും. കമ്പനിയുടെ പ്രോബ്ലംസ് സാറൊന്ന് പരിഹരിച്ചില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടം കമ്പനിക്ക് ഉണ്ടാകുമായിരുന്നല്ലോ. കുമാർ, ഞാനൊരിക്കലും പണത്തിന് വേണ്ടി ജോലി ചെയ്തിട്ടില്ല. ചെയ്ത ജോലിക്ക് പണം വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അതും പണത്തിന് വേണ്ടി ജോലി ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. എടോ, ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഒന്നൊഴികെ. ചെറുപ്പത്തിൽ സംഗീതം പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛൻ്റെ നിർബന്ധം മൂലം അത് സാധിച്ചില്ല. ഇതൊക്കെ നിങ്ങളോട് എന്തുകൊണ്ട് ഞാൻ പറയണമെന്ന് എനിക്കറിയില്ല. സാറിനെ എനിക്കറിയാലോ. എടോ, ഭാര്യയും മക്കളും ഇല്ലാത്ത ഞാൻ ഇനി ആർക്കു വേണ്ടിയാണോ സമ്പാദിക്കേണ്ടത്? താനേ വിരിഞ്ഞു കൊഴിഞ്ഞു പോകാറുള്ള പൂവ് ഏതൊരു നോവിലലിഞ്ഞ് മിഴിനീരായി പെയ്തു പേമാരി
രാവേറെയായി നിദ്രാവിഹീനനായി കാതോർത്തിരുന്നു അജ്ഞാതനാം ഗായകൻ പാടുന്ന നോവിൻ്റെ പുല്ലാങ്കുഴൽ. കാർത്തിക് പറ. ഞാൻ ഈ സൺഡേ പോകട്ടോ. ഞാൻ ആലോചിച്ചു നീ പോവാറായല്ലോ എന്ന്. ഈ കർക്കിടകത്തിലെ വാവോ ഏതോ കർക്കിടകത്തിലെ വാവ് തന്നെയാന്ന് തോന്നുന്നുണ്ട്. കണ്ണൂർ ചാലാട്ട് കടൽക്കരയിൽ വളരെ പ്രശസ്തമായൊരു ക്ഷേത്രമുണ്ട്. അതിന് ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് ആൾക്കാർ പോകും അവിടത്തേക്ക്. എന്നിട്ട് കടലിൽ കുളിക്കും. എനിക്ക് തോന്നുന്നത് കടലുമായിട്ടുള്ള ആദ്യത്തെ സമ്പർക്കത. ഓർമ്മ വെച്ച നാൾ മുതൽക്കേ ഞാൻ ചുറ്റിത്തിരിയാൻ തുടങ്ങിയിരിക്കുകയാണ്. അനുഭവങ്ങളുടെ വിഴുപ്പ് ഭാണ്ഡവും പേറി ജീവിതത്തിൻ്റെ ദുർഗമങ്ങളായ വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കുന്നു. പല നാടുകളും കണ്ടു, പലരുമായി ഇടപഴകി. പക്ഷെ അസ്വസ്ഥമായ എൻ്റെ മനസ്സിന് സമാധാനം ലഭിച്ചുവോ? ഇല്ല. എങ്കിലും ഈ പഴയ നഗരത്തിലേക്ക് തിരിച്ചു വരുമ്പോഴൊക്കെ എന്തെന്നില്ലാത്തൊരാശ്വാസം എനിക്ക് ലഭിക്കാറുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാൻ വിട്ടുപിരിഞ്ഞ എൻ്റെ അമ്മയാണ് ഈ നഗരം. ഇവിടുത്തെ ഇടുങ്ങിയ തെരുവുകളും വലിയ മൈതാനവും അമ്പലവും പള്ളിയും എല്ലാത്തിനുമുപരിയായി ഇടിഞ്ഞു പൊളിഞ്ഞ കോട്ടയും എൻ്റെ സ്വന്തമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടുത്തെ ഓരോ മണൽത്തരിയും എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇപ്പോൾ മറ്റുള്ളവർ എന്താണ് എന്നെപ്പറ്റി പറയുന്നതെന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കാറില്ല. എന്ത് വേണമെങ്കിലും പറയാം, ഒരാക്ഷേപവുമില്ല. കഴിഞ്ഞതൊക്കെ ഒരു പുക പോലെ മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അതിൽ യുക്തിക്ക് യാതൊരു സ്ഥാനവുമില്ല. ഒരു സമാധാനമേ ഉള്ളൂ. മനുഷ്യൻ്റെ ജീവിതത്തിൽ യുക്തിക്ക് വിശദീകരിക്കാൻ കഴിയാത്ത പലതും സംഭവിക്കാറുണ്ടല്ലോ. പ്രകാശം പരത്തുന്ന ആ പെൺകുട്ടിയെ വീണ്ടും കണ്ടുമുട്ടാതിരിക്കില്ല. ഒരുപക്ഷെ 400-500 കൊല്ലങ്ങൾക്ക് ശേഷമായിരിക്കാം. ഞാനടക്കമുള്ള എല്ലാ മനുഷ്യരും വഴിത്തിരിവിൽ സംശയിച്ചു നിൽക്കുകയായിരിക്കും. അച്ഛന് സുഖമില്ലാണ്ടായത് പെട്ടെന്നായിരുന്നു. അതായത് അച്ഛൻ അവിടെ
കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രി, അന്നേരം ചെറിയ ബെഡായിരുന്നു. പെട്ടെന്ന് താഴെ വീണ് കഴിഞ്ഞപ്പം ഇങ്ങനെ എഴുന്നേക്കാൻ പറ്റാതെ വന്നപ്പം പെട്ടെന്ന് രാമേന്ദ്രേട്ടനെ വിളിച്ചു വരുത്തി പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ 2-3 ദിവസം നിന്ന് അവിടെ നിന്ന് അങ്ങോട്ട്. പിന്നീടാണ് അച്ഛന് മൂത്രത്തിൽ കല്ലായിട്ട് ഓപ്പറേഷൻ വേണമെന്നെല്ലാം പറഞ്ഞിട്ട് അതൊരു ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അച്ഛൻ അന്ന് അനുഭവിക്കുന്ന ആ വേദന അത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ, ഇത്രയും പ്രായമുള്ള ഒരാൾ അത് അനുഭവിക്കുന്ന കാണുമ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ദീർഘജീവിതമുള്ളവരാണ്. ഏട്ടൻ 93-ലാണ് മരിച്ചതിന്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 പെങ്ങന്മാരും ഏതാണ്ട് 90-ലെത്തിന്. ആ കണക്ക് വെച്ച് നോക്കുമ്പം ഒരു 1-2 കൊല്ലത്തേക്ക് ഞാൻ നിൽക്കും. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ 90 കഴിഞ്ഞിട്ട് എഴുതുന്ന ആൾക്കാർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? കാർത്തിക്, നിനക്കൊരു സമ്മാനം വാങ്ങിച്ചു. ഈ തിരക്ക് പിടിച്ച ഓഫീസിനും ജീവിതത്തിനും ഇടയിൽ എന്തൊക്കെയാണ് നഷ്ടപ്പെടുന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തെ സംഗീതം പോലെ ആക്കുന്നത് ഇതൊക്കെയല്ലേ? ഇതൊക്കെ തന്നെയല്ലേ ജീവിതം? സത്യത്തിലി കാണും ലോകവും നമ്മളും നിത്യവിസ്മൃതിയിലലിഞ്ഞു പോകും. സത്യത്തിലി കാണും ലോകവും നമ്മളും നിത്യവിസ്മൃതിയിൽ അലിഞ്ഞു പോകും. സ്വപ്നങ്ങൾ തീർത്ത സങ്കൽപ്പ ചിത്രങ്ങൾ, സ്വപ്നങ്ങൾ തീർത്ത സങ്കൽപ്പ ചിത്രങ്ങൾ എത്ര മായ്ച്ചാലും മായുകില്ല. സത്യത്തിലി കാണും ലോകവും നമ്മളും നിത്യവിസ്മൃതിയിൽ അലിഞ്ഞു പോകും. ജീവിതത്തിലുണ്ടായിട്ടുള്ള ഓരോ തിരിച്ചടികൾക്കും ഞാൻ എന്നെ ചേർത്ത് വെച്ചത് ഞാൻ വായിച്ച കഥാപാത്രങ്ങളിലേക്കാണ്. എല്ലാ ദുഃഖത്തിനും ഒരു നിറമേ ഉള്ളൂ, ഒറ്റ നിറം. നേരം പുലർന്നിട്ടും പോകാതെ നിൽക്കുന്ന പാർവണബിംബത്തിൻ കാന്തി പോലെ നേരം പുലർന്നിട്ടും പോകാതെ നിൽക്കുന്ന പാർവണബിംബത്തിൻ കാന്തി പോലെ. ഞാൻ മറഞ്ഞാലും എൻ സങ്കൽപ്പസാഗരം, ഞാൻ മറഞ്ഞാലും എൻ സങ്കൽപ്പസാഗരം തീരത്തെ പുൽകിപ്പുണർന്നു നിൽക്കും. ഈ തീരത്തെ പുൽകിപ്പുണർന്നു നിൽക്കും. സത്യത്തിൽ ഈ കാണും ലോകവും നമ്മളും നിത്യവിസ്മൃതിയിൽ അലിഞ്ഞു പോകും.
ജീവിതത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഷേക്സ്പിയർ വളരെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് എനിക്ക്. ഒരു വാചകമുണ്ട്, ബി ട്രൂ ടു ദൈൻ ഓൺ സെൽഫ്. നീ നിന്നോട് സത്യസന്ധത പുലർത്തും. നീ നിന്നോട്, ബി ട്രൂ ടു ദൈൻ ഓൺ സെൽഫ്. നീ നിന്നോട് സത്യസന്ധത പുലർത്തുക. വായിച്ച കാലത്ത് തന്നെ എന്നോട് എന്നെ വല്ലാതെ സ്വാധീനിച്ചു. ഇതാണ് ഞാനത് പരമാവധി ശ്രമിച്ചിട്ടുമുണ്ട്. എന്നോട് സത്യസന്ധത പുലർത്തിയാൽ എനിക്ക് നിങ്ങളോട് സത്യസന്ധത പുലർത്തേണ്ടി വരും. എന്നോട് സത്യസന്ധത പുലർത്തി നിങ്ങളോട്. അത് പലപ്പോഴും അപ്രിയാവും, അഹിതാവും. നിധി ചല സുഖമാ, നിധി ചല സുഖമാ, രാമുനി സൻ